ഹലോ ഗായ്സ്, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് കാലടിയിലുള്ള ശ്രീ ശങ്കരാചാര്യ ക്ഷേത്രത്തിലാണ്. ഇത് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മുതലക്കുളമാണ്. ഇതിന് മുതലക്കുളം എന്ന് പേര് വരാൻ കാരണം ശ്രീ ശങ്കരാചാര്യസ്വാമി ചെറുപ്പത്തിൽ സന്യാസി ജീവിതം ആഗ്രഹിക്കുകയും എന്നാൽ മാതാവ് അതിനെ സമ്മതിക്കാതിരിക്കുകയും ചെയ്തപ്പോൾ സാക്ഷാൽ പരമശിവൻ ഒരു മുതലയുടെ രൂപത്തിൽ കുളിക്കാനിറങ്ങിയ കുഞ്ഞിനെ പിടിക്കുകയും സന്യാസി ജീവിതം ചെയ്യുകയാണെങ്കിൽ മാത്രമേ ഇവനെ ജീവനോടെ വിടുകയുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ മാതാവ് മറ്റു ഗത്യന്തരമില്ലാതെ സന്യാസി ജീവിതത്തിന് അനുവാദം നൽകുകയാണെന്നാണ് ഐതിഹ്യം പറയുന്നത്. ഇതോടൊപ്പം തന്നെ ഞാൻ കൂട്ടിച്ചേർക്കുന്നു, ഇതിൻ്റെ സത്യാവസ്ഥ എത്രത്തോളമാണെന്ന് എനിക്ക് വ്യക്തമല്ല. എങ്കിലും ഈ അമ്പലത്തിൻ്റെ പരിസരവും കാഴ്ചകളും വളരെ അട്രാക്ഷൻ നിറഞ്ഞത് തന്നെയാണ്. കാരണം ഇതിലെ ചുവർ ചിത്രങ്ങളും കാര്യങ്ങളും ഇവിടുത്തെ നീറ്റ് ആൻഡ് ടൈഡി ആയിട്ടുള്ള പരിസരം എല്ലാം അക്ഷരാർത്ഥത്തിൽ ഞങ്ങളെ ഓരോരുത്തരെയും ഞെട്ടിച്ച് കളഞ്ഞ ഒരു കാര്യം തന്നെയാണ്. നമ്മൾ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് വന്ന ഒരു ട്രിപ്പോ കാര്യങ്ങളോ ഒന്നും തന്നെയല്ല. നമ്മുടെ വീട്ടിൽ ഇപ്പോൾ എവിടെയെങ്കിലും പോകണം എന്നുണ്ടെന്ന് പറഞ്ഞാൽ പിള്ളേരാണേലും വലിയവരാണേലും പെട്ടെന്ന് പറയുന്ന ഒരു കാര്യമാണ് നമുക്ക് ബീച്ചിൽ പോകാം അല്ലെ പാർക്കിൽ പോകാം. പക്ഷേ ഞാൻ അതിനെ മൊത്തത്തിൽ എതിർക്കുന്ന ഒരു വ്യക്തിയാണ്. കാരണം നമ്മൾ ബീച്ചിലും പാർക്കിലും ഒക്കെ പോയാൽ സ്ഥിരം കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെ ഉള്ളൂ. അപ്പോൾ ഞാൻ എപ്പോഴും എതിർക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ അറിയാനും നോക്കാനും ഒത്തിരി കാര്യങ്ങൾ കണ്ടുവയ്ക്കാനും മനസ്സിലാക്കാനും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് എപ്പോഴും ഞാൻ ഒറ്റപ്പെടും. നിങ്ങൾ അങ്ങനെ ഒരു ഒറ്റപ്പെടൽ അനുഭവിക്കുന്ന വ്യക്തിയാണെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ശിവൻ്റെ വിഗ്രഹം ഭയങ്കര അട്രാക്ഷനുള്ള ഒരു വിഗ്രഹം തന്നെയാണ്. ഇവിടുത്തെ കാഴ്ചകൾ ഇവർക്കൊന്നും അത്ര വലിയ കാര്യമായിട്ട് തോന്നിയില്ല. പിന്നെ നമുക്കൊരു ചായ കുടികളുടെ സമയമായി. പെട്ടെന്ന് തന്നെ നമ്മൾ ഒരു റെസ്റ്റോറൻറ്റ് ഇറങ്ങി ചായ കുടിച്ചു. ആവണിയുടെ റിപ്പോർട്ടിംഗ് ടൈം 6:30 ആയിരുന്നു. ഇപ്പോൾ വെറും 5:15 ഉള്ളൂ. അടുത്ത സജഷൻ വന്നതൊരു പാർക്കായിരുന്നു. പക്ഷേ നമ്മൾ അവിടെ ഒറ്റപ്പെട്ട് വേണ്ടാന്ന് തന്നെ പറഞ്ഞിട്ട് പുതിയ കാഴ്ചകൾ കാണാനായിട്ട് നെടുമ്പാശ്ശേരി എയർപോർട്ടിൻ്റെ ബാക്കിലേക്ക് ഞങ്ങൾ യാത്രയായി. രണ്ട് വിമാനങ്ങൾ ലാൻഡ് ചെയ്യുന്നത് തൊട്ടടുത്ത് നിന്ന് കാണാൻ പറ്റി. ഈ വിമാനം എന്ന് പറയുന്നത് എന്നും നമുക്കൊരു കൗതുകവും വിസ്മയവും തന്നെയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഫോണിനോട് അടുക്കും തോറും നമ്മൾ ഈ വീഡിയോസ് ബ്ലറർ ആവുന്നുണ്ട് വിമാനം നമ്മുടെ തൊട്ടുമണ്ടയ്ക്ക്. അതെന്താണ് അതിൻ്റെ എക്സാക്ട് റീസൺ എന്നൊന്ന് അറിയാവുന്നവർ കമൻറ്റ് ചെയ്യണം. അങ്ങനെ നമ്മൾ എയർപോർട്ടിലെത്തി. ആവണിക്ക് റിപ്പോർട്ടിംഗ് ടൈമായി. വളരെയധികം വിഷമമുണ്ടാക്കുന്ന സമയങ്ങളാണിതൊക്കെ. ആ സമയത്ത് ഞാൻ വീഡിയോ പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അമ്മ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ കണ്ണ് പൊട്ടുന്ന തെറി പറഞ്ഞേനെ. പിന്നെ അളിയനും ഒക്കെ എല്ലാവരും ഉണ്ടായിരുന്നു, ഞങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു. പിന്നെ അവൾ 3-4 വർഷമായിട്ട് പ്രയത്നിച്ചതിൻ്റെ ഫലമായിട്ട് പോകുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ നമ്മൾ അത്ര കരയേണ്ട കാര്യമൊന്നുമില്ല. അവരെ നശിക്കാനല്ലോ നമ്മൾ പറഞ്ഞു വിടുന്നത്, അവരെ പുതിയൊരു ജീവിതത്തിലേക്കല്ല. പിന്നെ കൂടെ നിൽക്കുന്നത് അരുണാണ്. അരുൺ വർക്കലക്കാരനാണ്. അപ്പം ഇവരൊന്നിച്ചൊരു കോളേജിലാണ് അഡ്മിഷൻ എടുത്തേക്കുന്നത്. അപ്പം മൊത്തത്തിൽ അവളുടെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഫ്ലൈറ്റിലുള്ള. അപ്പം പുള്ളിക്കാരൻ കുറേ തവണ ട്രാവൽ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയായതുകൊണ്ട് നമ്മൾ ആ ഒരു കാര്യത്തിൽ ഭയങ്കര സന്തോഷമായിരുന്നു. പക്ഷേ എന്നാലും ഞങ്ങളുടെ കൂടെ അവിടെ വേക്കൻസി ഉണ്ട് ഇവിടെ വേക്കൻസി ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെല്ലാവരും കൂടെ ഒരു ബാഗ് എടുത്തുകൊണ്ടായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ ആവണിയുടെ പഠിത്തത്തിലെ കാര്യം തീരുമാനമായി. അവൾ അങ്ങനെ പഠിക്കാനായിട്ട് പോയി. അങ്ങനെ ആവണി പോയതിൻ്റെ വിഷമമാണോ എന്നെനിക്കറിയില്ല. ഈ ആവണി എന്ന് പറയുന്നത് ഞങ്ങളെ ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടി പറയുകയാണ്. ഞങ്ങൾ 4 മക്കളാണ്. പ്രമോദ്, പ്രസീത, പ്രിയ, പ്രദീപ്. അതിൽ രണ്ടാമത്തെ ആളാണ് പ്രസീത. പ്രസീതയുടെ രണ്ടാമത്തെ മകളാണ് ആവണി. അങ്ങനെ വിഷമം സഹിക്കാനാവാതെ ഞങ്ങൾ 2 ഫുൾ അൽഫാം മന്തിയാണ് ഓർഡർ ചെയ്തത്. കറക്റ്റ് ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ സംഭവം വന്നു. അത് കിട്ടിക്കഴിഞ്ഞപ്പോൾ തന്നെ ഓൾമോസ്റ്റ് ഞങ്ങളുടെ എല്ലാവരുടെയും വിഷമം എതിലെയാണെന്നറിയത്തില്ല, സ്വിച്ച് ഇട്ട പോലെ പോയി. പിന്നെ പെട്ടെന്ന് അതെങ്ങനെ തീർക്കണം, അടുത്തത് എന്താണ് പ്രോഗ്രാം എന്നുള്ളതിനെ പറ്റിയായിരുന്നു ഞങ്ങളുടെ ചിന്ത മൊത്തം. അങ്ങനെ നമ്മളെല്ലാവരും വളരെയധികം സന്തോഷത്തോടു കൂടി തന്നെ കഴിച്ചതിന് ശേഷം പെട്ടെന്നൊരു ആഗ്രഹം പിള്ളേർക്ക് വന്നു. അവർക്ക് ലുലുമാളിൽ കയറണമെന്ന്. അപ്പം അതിനകത്ത് അക്കു അച്ചു മാത്രമേ ഉള്ളൂ ലുലുമാളിൽ ഇപ്പം ഫസ്റ്റായിട്ട് പോകാൻ പോകുന്നത്. അപ്പോൾ അവർ പറഞ്ഞു നമുക്ക് അങ്ങോട്ടൂടെ ഒന്ന് കയറിയിട്ട് പോകാമെന്ന്. അപ്പോൾ സമയമുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നേരെ ഇനി ലുലുമാൾ വിശേഷം.
എനിക്ക് ലുലു മാൾ കയറിയപ്പം എനിക്ക് ഈ ഒരു കാര്യവും ഇഷ്ടപ്പെട്ടു. പിന്നെ ഡ്രസ്സുകൾ എനിക്ക് എപ്പോഴും ഒരു വീക്ക്നെസ് തന്നെയാണ്, അതെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷേ ഇതെനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ്. അങ്ങനെ നമ്മൾ 10:30 തന്നെ അവിടുന്നും എല്ലാം കണ്ടു കേട്ട് ഇറങ്ങി. ഞങ്ങളൊരു 2:30 വെളുപ്പിനെ വീട്ടിലെത്തിച്ചേർന്നു തിരുവല്ലയിൽ. അതുപോലെ തന്നെ രാവിലെ 3-ാം തീയതി രാവിലെ 8 മണിയോടുകൂടി ആവണിയും കോളേജിൽ എത്തിച്ചേർന്നിട്ടുണ്ടെന്ന് ഫോൺ ചെയ്തു. അപ്പോൾ ഇത്രയും നേരം വാച്ച് ചെയ്തുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒരു വലിയ ബിഗ് സല്യൂട്ട്. അതുപോലെ തന്നെ നല്ല നല്ല കണ്ടൻറ്റുകളുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബായ്.